ഇന്നലെ സൂചിപ്പിച്ച ഇതായിരുന്നു അല്ല. അതിനുണ്ടാവാവുന്ന ഒരു സംശയം എന്താണ്? തത്വജ്ഞാനിയും തത്വജ്ഞാനിയും ലൗകികരെ പോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവര് പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരുടെ മനോഭാവം എന്താണ്? അതിനെക്കുറിച്ചാണ് പറഞ്ഞല്ല. അപ്പൊ ജ്ഞാനികളും അവര് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതുമായിട്ട് യാതൊരു സംഘവും ഇല്ലാത്ത രീതിയിലാണ് അവർ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ. അതാണ് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അവരുടെ മനോഭാവം എന്ന് പറയുന്നത് ഗുണങ്ങളുമായി വർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഗുണത്തിനനുസരിച്ച് മനസ്സിലുള്ള ഗുണത്തിനനുസരിച്ച് അത് ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കണോ, ഇന്ദ്രിയങ്ങളുടെ ഗുണത്തിനനുസരിച്ച് കർമ്മങ്ങൾ ഏർപ്പെടുന്നു. ആ രീതിയിൽ അതിനെ വേറിട്ട് കാണുന്നവരാണ് ജ്ഞാനികള് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കർമ്മം ചെയ്യുന്നതിന്റെ ദോഷമൊന്നും അവർക്ക് ഉണ്ടാവുന്നില്ല, അതാണ് പറഞ്ഞത്. അപ്പോ ആ കർമ്മങ്ങളോട് ഒരു അസംഗഭാവമാണ്. കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനോട് അറ്റാച്ച്ഡ് അല്ല ജ്ഞാനികള്. തത്വജ്ഞാനികൾ അങ്ങനെയാണ്. കർമ്മം എന്തൊക്കെ ചെയ്താലും അവർ അതിനോടൊന്നും അറ്റാച്ച്ഡ്. അപ്പോ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ജീവൻ മുക്തർ അല്ലെ, അവർക്ക് ഈ അസംഗഭാവമുണ്ട്, പൂർണ്ണമായിട്ടുള്ള അസംഗഭാവം. പക്ഷെ ആ ഒരു അസംഗഭാവം എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരായ ആളുകൾക്ക്, ലൗകിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ആത്മാവിനെ ശരീരത്തിൽ നിന്നോ മനസ്സിൽ നിന്നോ വേർതിരിച്ച് കാണാൻ സാധിച്ചിട്ടില്ല, വേർതിരിച്ച് അറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് സാധാരണക്കാരുടെ. അപ്പൊ അതുകൊണ്ട് ഈ തത്വജ്ഞാനിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു അസംഗഭാവം എന്താണ് ലൗകിക ജീവിതം നയിക്കുന്ന ആൾക്ക് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവര് വിചാരിക്കുന്നത് സാധാരണക്കാരെ പോലെ ഇവരും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഏത് മനോഭാവത്തോടു കൂടിയിട്ടാണ് അവർ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ലൗകിക ജീവിതം നയിക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ വലിയ വലിയ കാര്യങ്ങൾ തത്വോപദേശമൊക്കെ ചെയ്ത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരെ ഒറ്റയടിക്ക് തത്വം പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കൺഫ്യൂഷൻ, കാരണം അവർക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് വന്നിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തത്വോപദേശം ചെയ്ത് അവർക്ക് കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് അതാണ് പറയുന്നത്. 29ാമത്തെ ശ്ലോകം ചൊല്ലും. 29 സർ. 29. പ്രകൃതേർ ഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. അടുത്ത ശ്ലോകം 29ാമത്തെ ശ്ലോകം. അപ്പൊ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രകൃതേർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ. ഇപ്പോ പ്രകൃതിയുടെ ഗുണങ്ങളില് ഗുണസമ്മൂഢ എന്ന് പറഞ്ഞാൽ പ്രകൃതി ഗുണങ്ങളില് മോഹിച്ചു കഴിയുന്നവര്, അതെന്താന്ന് മനസ്സിലാക്കാതെ അതിൽ തന്നെ പെട്ടുകിടക്കുന്നവര്. അപ്പോ ഗുണകർമ്മസു, അതുപോലെ ഗുണങ്ങളുടെ, നേരത്തെ പറഞ്ഞു ആക്ഷൻ റിയാക്ഷൻ, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. മനസ്സിലെ ഗുണം, ഇന്ദ്രിയങ്ങള് വിഷയങ്ങളില്, അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആ കർമ്മങ്ങളിൽ പെട്ട് അവർക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള രീതിയിൽ, ഒന്ന് കർത്തൃത്വഭാവം, പിന്നൊന്ന് ഭോക്തൃത്വം. ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അവര് ആ കർമ്മങ്ങളില് ബന്ധനസ്ഥിലാണ്, സംഘബദ്ധരായിരിക്കണോ എന്നാണ് പറയുന്നത്. അപ്പോ അവർക്ക് നിലനിൽപ്പിന്റെ, സൃഷ്ടിയുടെ രഹസ്യം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അവർക്ക് പൂർണ്ണ രഹസ്യം എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അവര് മന്ദബുദ്ധികളാണ് എന്ന് പറയുകയാണ്. അപ്പൊ മന്ദബുദ്ധികളായ അവരെ എല്ലാം അറിയുന്ന ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ വല്ലാതെ പിടിച്ച് കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ജ്ഞാനം ഉപദേശിച്ച് വല്ലാതെ വലിയ ജ്ഞാനം തത്വോപദേശമൊക്കെ ചെയ്ത് അവരുടെ മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്ന്. കാരണം പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ അല്ലെ. ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് 10ാം ക്ലാസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ലേ. അതേപോലുള്ള അവസ്ഥയാണ് ഈ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകൾ. അവരെ പടിപടിയായിട്ട് വേണം ഉയർത്താൻ എന്നുള്ളത്.
അപ്പൊ ലൗകിക ജീവിതം നയിക്കുന്ന ആളുകള് പ്രകൃതിയുടെ ഗുണങ്ങളിൽ മോഹിച്ചു കഴിയുകയാണ്. അതെന്താന്ന് തിരിച്ചറിയാതെ അതിൽ പെട്ടുകിടക്കുകയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന കർമ്മങ്ങളില് അത് ഞാനാണ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞാനാണ്. ഇങ്ങനെ ആ കർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു അവര്, അതിൽ അറ്റാച്ച്ഡ് ആണ് അവര്. അപ്പൊ അവർക്ക് ഈ പ്രപഞ്ചം എന്താണ്, ഈ നിലനിൽപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള രഹസ്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അവര് മന്ദബുദ്ധികളാണ്. അപ്പൊ എല്ലാം അറിയുന്ന ബ്രഹ്മനിഷ്ഠൻ അവരെ വല്ലാതെ പിടിച്ച് ചലിപ്പിക്കരുത്, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഗുണസമ്മൂഢന്മാർ എന്നാണ് അവര് പറയുന്നത് അല്ലെ, ലൗകിക ജീവിതം നയിക്കുന്ന ആളുകൾ. ഇപ്പോ മനസ്സ്, അതുപോലെ ഇന്ദ്രിയങ്ങള്, ശരീരം, ഇതൊക്കെ ആ മായയിൽ നിന്നുണ്ടായ മായാ ഗുണങ്ങളുടെ പ്രകടമായിട്ടുള്ള രൂപങ്ങളാണ് ഇത് മുഴുവൻ. മനസ്സ്, ഇന്ദ്രിയങ്ങള്, ദേഹം, ഇതൊക്കെ മായയാണ് എന്നാണ് പറയുന്നത്. മായാഗുണമാണ് ഇതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ജഡദൃശ്യങ്ങളാണ്. മനസ്സ് ജഡമാണ്, ഇന്ദ്രിയങ്ങള് ഇതൊക്കെ ജഡമാണ്. മനസ്സിന് ഇവിടുന്ന് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടുന്ന ആ ചൈതന്യത്തിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാണ്ട് മനസ്സിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ല. അതുകൊണ്ടാണ് അത് ജഡമാണ് അവര്. ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് തനിയെ പ്രവർത്തിക്കാനുള്ള കഴിവില്ല. അതിന്റെ പുറകെ ഒരു ശക്തി ഉണ്ടെങ്കിലേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ദേഹം, ഈ ശരീരവും അങ്ങനെ തന്നെയാണ്. സ്വന്തമായിട്ട് അതിന് പ്രവർത്തിക്കാൻ കഴിവില്ല. അതിനകത്ത് ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ജഡമാണ് എന്ന് പറയാനുള്ള കാരണം അത്. അപ്പൊ ഈ ജഡദൃശ്യങ്ങളില് മനസ്സാവട്ടെ, ഇന്ദ്രിയങ്ങളാവട്ടെ, ശരീരമാവട്ടെ, ഈ ജഡദൃശ്യങ്ങളാണ്, ഇതൊക്കെ ഞാനാണ് എന്നുള്ളൊരു ഭ്രമമാണ് ലൗകികരായ ആളുകൾക്കുള്ളത്. ഇതൊക്കെ ഞാനാണ്, ഇതാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭ്രമം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതിന്റെയൊക്കെ കർമ്മങ്ങള്, മനസ്സിന്റെ കർമ്മങ്ങള്, ചിന്തകൾ, ഞാൻ ചിന്തിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഞാൻ വിഷമിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ഒക്കെ ഞാനായിട്ടാണ് പറയാറുള്ളത്. അതുപോലെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, ഇതിന്റെയൊക്കെ കർമ്മങ്ങള് ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് സ്വയം വിചാരിക്കുകയാണ്. അത് അവരെയാണ് ഗുണസമ്മൂഢന്മാർ എന്ന് പറയും. അപ്പൊ ഈ ജഡദൃശ്യങ്ങള് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, മരുഭൂമിയില് കാനൽ ജലം പോലെയാണ് അല്ലെ, മരുമരീചികയാണ്. അതേപോലത്തെ ആണ് ഈ ജഡദൃശ്യങ്ങളിലൊക്കെ രഹസ്യം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ബോധ്യമാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം നേടുമ്പോഴേ ഇത് വ്യക്തമായിട്ട് ബോധ്യമാവുള്ളൂ എന്നാണ് അവര്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശരിക്കും അതുവരെ നമ്മൾ ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കുക വഴിയുള്ളൂ, വിശ്വസിക്കുക വഴിയുള്ളൂ. അപ്പൊ അത് നമ്മൾക്ക് ആ തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടണം. അപ്പോഴാണ് ഈ സംശയം പൂർണ്ണമായിട്ടും തീരുള്ളൂ. അപ്പോ ആത്മാവ് എന്താണെന്ന് അറിയാതെ, ആത്മാവിനെ അറിയാതെ ഈ ജഡവസ്തുക്കള്, ഈ ജഡദൃശ്യങ്ങളാണ് ഞാൻ, അല്ലെങ്കിൽ അതാണ് എന്റെ സ്വരൂപം എന്ന് കരുതുന്നവരാണ് ഇങ്ങനെയുള്ളവര് എന്നാണ് പറയുന്നത്. അവര് അകൃഷ്ണ വിത്തുകൾ എന്നാണ് പറയുന്നത്, അന്ധബുദ്ധികൾ. അപ്പൊ അവരെ പെട്ടെന്ന് തന്നെ ജ്ഞാനം ഉപദേശിച്ച്, തത്വോപദേശം ചെയ്ത്, അല്ലെങ്കിൽ അവരോട് കഠിനമായ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞ് അവരെയൊന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ബ്രഹ്മനിഷ്ഠൻ അവരെ ചലിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾ അനുസരിച്ച്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് അതിനെ യജ്ഞരൂപത്തിലാക്കുക. എന്നിട്ട് എന്താണ്, യജ്ഞരൂപത്തിലാക്കി കർമ്മം ചെയ്യിച്ച് സത്യം എന്താണെന്ന് വിചാരം ചെയ്യാൻ യോഗ്യരാക്കി തീർക്കണം എന്നാണ് പറയുന്നത്. പതുക്കെ 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 വേണം അവരെ ഉയർത്താൻ, അങ്ങനെ വേണം അവരെ ഉയർത്താൻ എന്നാണ് പറയുന്നത്. അപ്പോ അറിവില്ലാത്തവരായ ആളുകൾ, ഇഗ്നോറന്റ് ആയിട്ടുള്ള ആളുകള്, അവരുടെ കർമ്മം, അതിന്റെ രഹസ്യം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനൻ ശ്രേഷ്ഠനാണ് നേരത്തെ പറഞ്ഞു. അപ്പൊ ശ്രേഷ്ഠനായ അർജുനൻ കർമ്മം ചെയ്ത് അവർക്ക് വഴി കാണിക്കാൻ കടപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. അർജുനൻ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മാതൃകയായിട്ടെങ്കിലും അർജുനൻ കർമ്മം ചെയ്യണം, കർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. കർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ, അതിനു വേണ്ടിയിട്ടെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ലോകസംഗ്രഹം. അപ്പൊ ആ ഒരു ലോകസംഗ്രഹം നടക്കണമെങ്കിൽ എങ്ങനെയാണ് അർജുനൻ
തന്റെ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. അതാണ് ഇനി നിർദ്ദേശിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അർജുനൻ എങ്ങനെയാണ് ലോകസംഗ്രഹം നടക്കണമെങ്കിൽ, അതാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അതിനുവേണ്ടി കർമ്മം ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഏത് രീതിയിലാണ് സ്വന്തം കർമ്മം അനുഷ്ഠിക്കേണ്ടത്, അതാണ് ഇനി അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. 30-ാമത്തെ ശ്ലോകം ചൊല്ലുക. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വര. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അല്ല. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുധ്യസ്വ വിഗതജ്വര. ഇത് നമുക്കുള്ള നിർദ്ദേശമാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. എന്ത് വേണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സർവാണി കർമാണി എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും. എങ്ങനെയുള്ള ഏതൊക്കെയാണ് എല്ലാ കർമ്മങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട്, ഇന്ദ്രിയം കൊണ്ട്, ശരീരം കൊണ്ട് ഒക്കെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്യണം? മൈ സന്യസ്യ എന്ന് പറഞ്ഞാൽ എന്നിൽ അർപ്പിച്ചിട്ട് എന്നാണ് പറയുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്നിൽ അർപ്പിക്കൂ എന്നാണ് പറയുന്നത്. എന്നിട്ടോ അധ്യാത്മചേതസ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം, അതിൽ മനസ്സുറപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം? നിരാശി എന്ന് പറഞ്ഞാൽ ലൗകികമായ കാമങ്ങളെ ഒന്നും കൊതിക്കാതെ, ലൗകികമായ ഒന്നിനോടും ആഗ്രഹമില്ലാതെ, നിർമ്മമ പറഞ്ഞാൽ ഞാനെന്നും എന്റേതെന്നുള്ള ഭാവമൊക്കെ കളഞ്ഞ് ഭൂത്വാന്ന് പറഞ്ഞാൽ ദുഃഖം ഉപേക്ഷിച്ച്, ദുഃഖം ഉപേക്ഷിച്ച് യുദ്ധസ്വ സ്വകർമ്മമായ യുദ്ധം അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോ മനസ്സുകൊണ്ടാവട്ടെ, ഇന്ദ്രിയങ്ങൾ കൊണ്ടാവട്ടെ, ശരീരം കൊണ്ടാവട്ടെ, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മങ്ങളെ മുഴുവൻ എന്നിൽ സമർപ്പിക്കൂ എന്നാണ് പറയുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് സമർപ്പണമായിക്കൊണ്ട് ചെയ്യൂ. എന്നിട്ടോ എന്ത് വേണം? അത് ചെയ്യുമ്പോൾ തന്നെ അതിനെ സമർപ്പിക്കുക. എന്നിട്ട് ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കണം. എന്താണ് ലക്ഷ്യം? ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കുക. എന്നിട്ട് തിരിച്ചൊന്നും ലൗകികമായിട്ടുള്ള ഒന്നിനോടും ആഗ്രഹം വെക്കാതെ ഞാന് എന്റേതെന്നുള്ള ഭാവം എല്ലാം ഒഴിവാക്കി ദുഃഖമില്ലാതെ സ്വന്തം കർമ്മം അനുഷ്ഠിക്കും. ഇവിടെ അർജുനന്റെ സ്വന്തം കർമ്മം യുദ്ധമാണ്. അതുകൊണ്ട് അർജുനോട് പറഞ്ഞു സ്വന്തം കർമ്മമായി യുദ്ധം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്കൊക്കെ ആണെങ്കിലോ, നമ്മളിലേക്ക് എന്തൊക്കെയാണോ സ്വകർമ്മമുള്ളത്, സ്വന്തമായിട്ടുള്ള കർമ്മമുള്ളത്, അതൊക്കെ ഈ രീതിയിൽ അനുഷ്ഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യുന്നതൊക്കെ ഭഗവാനിൽ സമർപ്പിക്കുക, അല്ലെ? ഭഗവാനിൽ സമർപ്പിക്കുക. ആത്മസാക്ഷാത്കാരമാണ് എന്റെ ലക്ഷ്യം. അവിടെയൊക്കെ ലക്ഷ്യം അത് തന്നെയാണ്. എല്ലാവരും അതിലേക്കാണ് എത്തുന്നത്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ജന്മത്തിൽ നമ്മൾ അതിലേക്ക് വരും. അപ്പോ അതിലേക്ക് വരുന്ന ജന്മത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവും, അല്ലെ? അതിനു മുമ്പ് പക്ഷെ അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അതിലേക്ക് എത്തിപ്പെടും. നമ്മൾ എല്ലാവരും എത്തും അതിലേക്ക്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി ഒരു ജന്മം, ഏതെങ്കിലും ഒരു ജന്മത്തിൽ അതിൽ വന്നേ പറ്റൂ. കാരണം എവിടുന്നാണോ വന്ന അവിടേക്കൊക്കെ നമുക്ക് തിരിച്ചു പോകണം. അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് കർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ തിരിച്ചുപോക്കിന്റെ വേഗത വർദ്ധിപ്പിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇനിയും ജന്മങ്ങളിൽ ഈ കഷ്ടപ്പാടും അനുഭവിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ രീതിയിൽ വേണം ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ, അത് ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും ഇന്ദ്രിയങ്ങൾ കൊണ്ടായാലും, ആ കർമ്മങ്ങളെ മുഴുവൻ ഭഗവാനിൽ സമർപ്പിക്കുക. ചെയ്യുന്നതൊക്കെ ഭഗവാനിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരമാണ് എന്റെ ലക്ഷ്യം, അതിൽ മനസ്സുറപ്പിക്കുക. എന്നിട്ട് പുറമെയുള്ള ഒന്നും ആഗ്രഹിക്കാതെ, അതിനോട് കൊതിക്കാതെ എന്നാണ് പറയുന്നത്. ക്രേവിംഗ് ഇല്ലാതെ, അഹന്ത മമതകളില്ലാതെ, ഞാനെന്നും എന്റെ എന്നുള്ള ഭാവമില്ലാതെ, ദുഃഖം ഉപേക്ഷിച്ച്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദുഃഖം ഉപേക്ഷിച്ച് സ്വന്തം കർമ്മമായി യുദ്ധം അനുഷ്ഠിക്കൂ എന്നാണ് അർജുനോട് പറയുന്നത്. അപ്പൊ നമ്മൾക്കും ആ രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ വിചാരം ചെയ്യണമെങ്കിൽ, വസ്തു സത്യം എന്താണെന്ന് നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, അതിനെ ശാസ്ത്രീയമായ രീതിയിൽ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾക്ക് ബോധ്യമാവും. എന്താണ്? ഈ പ്രപഞ്ചം എന്നുള്ളത് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അത് ബോധസ്വരൂപനാണ്, കോൺഷ്യസ്നെസ്, അല്ലെ? ബോധമാണ്. പരമാത്മാവിന്റെ സ്വരൂപം യഥാർത്ഥത്തിൽ ബോധമാണ്. ബോധത്തിന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല, അല്ലെ? അതിന് രൂപമില്ലാത്തതാണ്, അരൂപിയാണ്. അതാണ് പരമാത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ്
ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ അത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. മരുഭൂമി തന്നെയാണ് കാനൽ ജലമായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ ആ കോൺഷ്യസ്നെസ്, ആ ബോധസ്വരൂപനായ പരമാത്മാവ് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം? വിചാരം ചെയ്തു കഴിഞ്ഞാൽ ആ ബോധസ്വരൂപനായ പരമാത്മാവിന്റെ ശരീരമാണ് ഈ പ്രപഞ്ചം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അല്ലെ? ശരിയല്ല? കാരണം അത് തന്നെ ഒന്ന് രൂപമില്ല, പിന്നെ രൂപത്തിൽ നിൽക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരന്റെ രൂപമാണ്, പ്രത്യക്ഷത്തിലുള്ള രൂപമാണ്, കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. പ്രത്യക്ഷത്തിലുള്ള രൂപമാണ്. അപ്പോ ബോധത്തില് ആ വൈബ്രേഷൻ, സ്പന്ദനം, ശക്തി സ്പന്ദനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായി മറയുന്ന ജഡദൃശ്യങ്ങളാണ് ഈ ശരീരങ്ങളൊക്കെ. അത് ഉണ്ടാവുന്നു, മറയുന്നു. ഇത് പറഞ്ഞപ്പോ ഓർമ്മ വരുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആണ് അല്ല. പ്രൈം മിനിസ്റ്റർ ഈയിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യമാണ്. ഞാന് പരമാത്മാ അല്ലെ, പരമാത്മാ എങ്ങും നിറഞ്ഞിരിക്കുന്നു, അദൃശ്യ രൂപത്തിൽ ഉണ്ട്. അതേ പരമാത്മാ തന്നെയാണ് ദൃശ്യങ്ങളായിട്ട് എന്റെ മുന്നിൽ കാണുന്ന ഓരോ രൂപവും. അല്ലെ, ഇവിടെ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ പരമാത്മാവിന്റെ പ്രത്യക്ഷ രൂപമാണ്. അതുകൊണ്ട് ആ പരമാത്മാവിനുള്ള ആരാധന ഈ രൂപങ്ങളെ സേവിക്കുന്നതിലാണ് ഞാൻ കാണുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞല്ല. അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാം. യെസ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് വസ്തുവിചാരം ചെയ്യണമെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ബോധസ്വരൂപനായ പരമാത്മാവിന്റെ ശരീരമാണെന്ന് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ, വിചാരം ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ ആ ബോധത്തില് സ്പന്ദനം, ആ എന്താണ്, ശക്തി സ്പന്ദനം ഉണ്ടാക്കി മറക്കുന്ന ജഡദൃശ്യങ്ങളാണ് ഈ ശരീരങ്ങളൊക്കെ. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈശ്വരൻ, ആ പരമാത്മാവ് എല്ലാവർക്കും പ്രത്യക്ഷനായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അല്ലെ? ഇനി പുതുതായിട്ട് കാണാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് പ്രത്യക്ഷനായിട്ട് നിൽക്കുന്ന ഭഗവാൻ? പ്രപഞ്ചമാകുന്ന ശരീരത്തില് പരമാത്മാവ് എല്ലാവർക്കും കാണാൻ തരത്തിൽ, എല്ലാവർക്കും പ്രത്യക്ഷത്തില് ദൃശ്യനായി നിൽക്കുകയാണ് പരമാത്മാവ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? യാതൊന്ന് കാൺപതതു നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്തതൊക്കെ നാരായണ അർച്ചനകൾ. അപ്പൊ ഈ രീതിയിൽ അത് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും. അപ്പൊ അങ്ങനെ പ്രത്യക്ഷത്തിൽ നിൽക്കുകയാണ്. ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഈ പ്രപഞ്ചം എന്ന് പറയാം. അപ്പൊ ഈ സ്വന്തം അവനവന്റെ ശരീരമടക്കം, അല്ലെ, സ്വന്തം ശരീരമടക്കം എല്ലാം ആ പരമാത്മാ ശരീരത്തിന്റെ അംശങ്ങളാണ് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാനാണ് അല്ലെങ്കിൽ എന്റേതാണെന്നുള്ള ചിന്ത ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ പരമാത്മാവാണ്. ഇവിടെ ഞാനും എന്റേതെന്നുള്ള ചിന്തയ്ക്ക് ഒരു പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് കടുകട്ടിയാണല്ലോ, പക്ഷെ ബുദ്ധിമുട്ടാണ് അതിലേക്ക് വരാൻ. പക്ഷെ എന്നാലും അങ്ങനെയെങ്കിലും മനസ്സിലെങ്കിലും അത് വിചാരം ചെയ്യാം. അപ്പൊ ഇത് മുഴുവൻ പരമാത്മാ, ഈ ശരീരം മുഴുവനും പരമാത്മാവിൻ്റെതാണ്. അപ്പൊ ഇതില് ഞാൻ എന്റേത്, അഹന്താ മമതകൾ, ആ ചിന്ത കളയാനാണ് പറയുന്നത് ആദ്യം. പിന്നെന്ത് വേണം? ഞാൻ എന്നുള്ളത് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്, ഡിവൈൻ ഇൻസ്ട്രുമെന്റ്, അത് മാത്രമാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ പ്രപഞ്ച രൂപത്തില് പ്രത്യക്ഷനായി നിൽക്കുന്ന ആ ഭഗവാന്റെ ആരാധനയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ. അതാണ് യാതൊന്ന് ചെയ്വതതു നാരായണ അർച്ചനകൾ. ഇങ്ങനെ ഭാവന ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഈ രീതിയിൽ ഭാവന ചെയ്യുക. അപ്പൊ ഞാൻ എന്തൊക്കെ കർമ്മം ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ പ്രപഞ്ച രൂപത്തിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ആ ഭഗവാനോടുള്ള ആരാധനയാണ്. ഇങ്ങനെ ഭാവിക്കൂ എന്നാണ് പറയുന്നത്. പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കലാണ്. അല്ലാതെ ഈ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ നേടലല്ല എന്റെ ലക്ഷ്യം. അതൊക്കെ വന്നോട്ടെ, വരികയാണെങ്കിൽ വന്നോട്ടെ, വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഇത് ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതിന് ക്രിയാദ്വൈതം എന്നാണ് പറയുക. ക്രിയയിൽ, കർമ്മത്തിലും അദ്വൈതം കാണുക എന്ന് പറഞ്ഞാൽ, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ
കർമ്മങ്ങളെ മുഴുവൻ ഈശ്വരാർപ്പണമാക്കി മാറ്റുക. അതാണ് ക്രിയാദ്വൈതം. അപ്പൊ എന്ത് സംഭവിക്കും അതിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാം ഈശ്വരാർപ്പണമായിട്ട്, ഈശ്വരാരാധനയായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ ഈശ്വരാർപ്പണ മനോഭാവം ഉണ്ടല്ലോ നമ്മളുടെ ഉള്ളിൽ, അത് നമ്മളുടെ മനസ്സിനെ സമനിലയിലെത്തിക്കും എന്നാണ് പറയുന്നത്. മനസ്സിനൊരു സമചിത്തത, ഒരു യോഗം, നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് വരും നമ്മളുടെ മനസ്സ്. അപ്പൊ എന്ത് സംഭവിക്കുക, ഉള്ളിൽ ആത്മാനന്ദാനുഭവം ഉണ്ടാവും, ആത്മാനുഭൂതി അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള യോഗ്യത നമ്മൾക്ക് വരും എന്നാണ് പറയുന്നത്. ഈ രീതിയിലാണ് കർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ. മനസ്സിലാവുന്നുണ്ടാവും? യെസ്. അപ്പോ ഈ ക്രിയാദ്വൈതം എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ അത് സങ്കല്പിച്ചുകൊണ്ട് അർജുനോട് പറയുന്നത് ഇതാണ്: നിന്റെ കർമ്മമായ യുദ്ധം മനോഹരമായിട്ട് നീ നിർവഹിക്കൂ, എന്നിട്ട് സ്വയം കൃതാർത്ഥനാവൂ എന്നാണ് പറയുന്നത്. അതോടുകൂടി മറ്റുള്ളവർക്ക് വഴി കാണിക്കുകയും ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനനോട് ആവശ്യപ്പെടുന്നത്. കേട്ടോ? മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ജീവൻ മുക്തൻ അദ്ദേഹം നിസ്സംഗ ഭാവത്തിലാണ് കർമ്മം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഇത്രയുള്ളൂ, രോഗസംഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം, ലോക നന്മ മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. ഇനി അത് ജീവൻ മുക്തനായിട്ടുള്ള ആളുകള്, ഇനി ജീവൻ മുക്തി വന്നിട്ടില്ല പക്ഷെ ജ്ഞാനം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പൂർണ്ണമായും വാസന ക്ഷയിച്ചാലേ ജീവൻ മുക്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് അതിനു വേണ്ടി കർമ്മം ചെയ്യുന്നു, രണ്ടാമത്തെ തലത്തിലുള്ളവർ. ഇനി ഇതിനെക്കുറിച്ച് കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ളത്, ബുദ്ധിയുടെ തലത്തില് സത്യം എന്താണെന്ന് മനസ്സിലായി, നമ്മളെപ്പോലുള്ള ഒരു കഥ അല്ല. ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് മനസ്സിലായി എന്താണ് സത്യം, സത്യം എന്നുള്ളത്. അപ്പോ ആ ഒരു അറിവ് മാത്രമുള്ളവർക്ക് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരു പറയുന്ന വാക്ക് വിശ്വസിക്കുക. ഗുരു എന്താണോ നമ്മൾക്ക് നിർദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായും വിശ്വസിക്കുക എന്നാണ്. എന്നിട്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം അനുഷ്ഠിക്കാൻ പ്രയത്നിക്കുകയാണെങ്കിൽ, നിസ്സംഗഭാവത്തില് ഒന്നിനോട് സംഘമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് കർമ്മം അനുഷ്ഠിക്കാൻ പ്രയത്നിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? പതുക്കെ ക്രമത്തില് അവർക്കും ഈ കർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്നാണ് ഭഗവാൻ തുടർന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. മനസ്സിലായോ? അത് വളരെ രസമാണ്, കേൾക്കണം എല്ലാവരും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെച്ച് കേൾക്കണം. അതൊക്കെ നമ്മൾക്കുള്ള നിർദ്ദേശം, എല്ലാം നമ്മൾക്കുള്ള തന്നെയാണ്. പക്ഷെ ചിലത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. നമ്മൾ ഭാവന ചെയ്യേ വേണ്ടൂ എന്നാണ് പറയുന്നത്. സങ്കല്പിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ ഈശ്വരനോടുള്ള ആരാധനയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് വീട്ടില്. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. പക്ഷെ ലക്ഷ്യബോധം ഉണ്ടാവും, ലക്ഷ്യത്തിനെ കുറിച്ചുള്ള ഒരു ഉറപ്പുണ്ടാവണം മനസ്സിൽ. എന്താണ് ലക്ഷ്യം? ആത്മസാക്ഷാത്കാരം. അത് ലക്ഷ്യമായി വയ്ക്കുക. എന്നിട്ട് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, ഒരു ഒട്ടലില്ലാതെ, സംഘമില്ലാതെ എന്നാണ്. അങ്ങനെ നിസ്സംഗരായിട്ട് കർമ്മം അനുഷ്ഠിക്കാൻ പ്രയത്നിക്കുകയാണെങ്കിൽ, ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി നിസ്സംഗരായിട്ട് കർമ്മം അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കും കർമ്മത്തിൽ നിന്നൊക്കെ മോചനം നേടാൻ സാധിക്കും എന്ന് തുടർന്ന് പറയുന്നത്. അതാണ് 31 ശ്ലോകം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ചൊല്ലിക്കൊള്ളു. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഃ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഏമേ മതമിതം നിത്യമനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഃ. ആരൊക്കെയാണോ മാനവാഹ, ആരൊക്കെയാണോ എന്റെ വാക്കുകൾ വിശ്വസിച്ച്, ശ്രദ്ധാവന്ത, എന്റെ വാക്കുകൾ വിശ്വസിച്ച്, ഇവിടെ കൃഷ്ണൻ ഗുരുവിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് അല്ല, ഗുരുഭാവത്തിലാണ് ഉപദേശങ്ങൾ കൊടുക്കുന്നത് അർജുനൻ. അപ്പൊ ആരൊക്കെയാണോ എന്റെ വാക്കുകൾ വിശ്വസിച്ച്, അനസൂയന്ത എന്ന് പറഞ്ഞാൽ എന്നില് ദോഷം കാണാതെ, മേ ഇതം മതം, എന്റെ ഈ നിർദ്ദേശം, അനുതിഷ്ഠന്തി അനുസരിച്ച് ജീവിക്കാൻ പ്രയത്നിക്കുന്നത്, അവരും കർമ്മഭ്യ മുച്യന്തി എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഉറപ്പ് തരുന്ന ഒരു കാര്യമാണത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അദ്ദേഹം ഉറപ്പ് തരുന്നത്?
ആരൊക്കെയാണോ എന്റെ വാക്കുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് എന്നില് ദോഷമൊന്നും കാണാതെ എന്റെ ഈ അഭിപ്രായം അനുസരിച്ച് ജീവിക്കാൻ ആരാണോ പ്രയത്നിക്കുന്നത് അവർക്കും എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുച്യന്തേ തേപി കർമ്മഭി. അപ്പൊ ഈ എന്താണ് ശാസ്ത്രം പറയുന്ന ശാസ്ത്ര നിയമങ്ങൾ അധികവും നമ്മൾ പരീക്ഷിച്ചിട്ട് ബോധ്യപ്പെടണം. നമ്മൾക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെടാനേ പറ്റുള്ളൂ. ഇനി പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങള് ഒരാള് പറഞ്ഞു തരുമ്പോ അവരോട് വിശ്വാസം ഉണ്ടാവണം എന്നാണ് അത്. അപ്പൊ കൃഷ്ണൻ അത് ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. പരീക്ഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്, ഒരു ശാസ്ത്രമാണ് അദ്ദേഹം അർജുനന് ഉപദേശിക്കുന്നത്. അപ്പൊ ഒരാള് പരീക്ഷിച്ചിട്ട് ബോധ്യപ്പെട്ട ശേഷം പറഞ്ഞു തരുമ്പോ അവരുടെ വാക്കിൽ വിശ്വാസവും വേണം, അവരോടൊരു ആദരവും വേണം. എങ്കിലേ നമ്മളും പരീക്ഷിക്കാൻ മെനക്കെടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നതാണ്, വിശ്വാസത്തോടു കൂടി ആദരപൂർവ്വം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മങ്ങളിൽ നിന്ന് മോചനം നേടാൻ പറ്റും. അതോടൊപ്പം തന്നെ സത്യസാക്ഷാത്കാരവും ഉറപ്പാണ് എന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നതാണ്. അപ്പൊ ഭഗവാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ ഇതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞു അല്ലെ. അവർക്കൊക്കെ മോചനം നേടാൻ സാധിക്കും, കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അപ്പോ ഇനി നേരെ തിരിച്ച് ഭഗവാൻ പറയുന്നത് തെറ്റാണ്, ഭഗവാനെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനിൽ ദോഷം കണ്ടുകൊണ്ട് ഈ നിയമങ്ങളൊന്നും അനുസരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 32ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ये त्वेतदभ्यसयो असूयन्तो नानुतिष्ठन्ति मे मतम् സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസ. അതിൽ പറയുന്നതാണ് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാം സ്ഥാൻ വിദ്ധി നഷ്ടാന ചേതസ. ഏതു ആരൊക്കെയാണോ എന്റെ ഈ നിർദ്ദേശം അഭ്യസൂയന്ത എന്ന് പറഞ്ഞാൽ ദോഷദൃഷ്ടിയോടുകൂടി കണ്ടുകൊണ്ട് അനുതിഷ്ഠന്തി അനുസരിക്കാതിരിക്കുന്നത്, എന്റെ നിർദ്ദേശങ്ങൾ ആരാണോ അതില് ദോഷം കണ്ടിട്ട് അനുസരിക്കാതിരിക്കുന്നത് അവർക്ക് എന്താ സംഭവിക്കുക? എങ്ങനെയുള്ളവരാണ് അത് അനുസരിക്കാതിരിക്കുക? അചേതസഹ, അങ്ങനെയുള്ളവരാണ് അനുസരിക്കാതിരിക്കുക. എന്താണ്? ബുദ്ധി തീരെ ഇല്ലാത്തവരാണ്, അതിനെ തള്ളിക്കളയാ എന്നാണ് അവർ. പിന്നെയോ പിന്നെ എങ്ങനെയുള്ളവരാണ്? സർവജ്ഞാന വിമൂഢ എന്ന് പറഞ്ഞു. സർവജ്ഞാന വിമൂഢ എന്ന് പറഞ്ഞാൽ സത്യമേതാണ് അസത്യമേതാണ് എന്ന് ഒരു തിരിച്ചറിവില്ലാതെ ഭ്രമിക്കുന്നവരായ അങ്ങനെയുള്ളവര് അവരെങ്ങനെ കണക്കാക്കണം? നഷ്ടാൻ വിദ്ധി എന്നാണ്. നഷ്ടാൻ വിദ്ധി എന്ന് പറഞ്ഞാൽ അവര് നശിച്ചു പോയവരായി ധരിച്ചുകൊള്ളുക. ഇവിടെ നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം പറയുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ശപിക്കുന്ന പോലെ അല്ല ഇവിടെ. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പറഞ്ഞാൽ ആരൊക്കെയാണോ എന്റെ ഈ ഒരു നിർദ്ദേശം, ഏതാണ് ഇവിടെ നിർദ്ദേശം എന്ന് പറയുന്നത്? കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. എങ്ങനെ അനുഷ്ഠിക്കണം? ഈശ്വരാർപ്പണമായിട്ട്. അതേപോലെ ലക്ഷ്യം എന്നത് ആത്മസാക്ഷാത്കാരമാണ് എന്ന ലക്ഷ്യം മുന്നിൽ വെക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. നിസ്സംഗഭാവത്തില്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അതിനോടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആരാണോ കർമ്മം അനുഷ്ഠിക്കുന്നത് അവർക്കൊക്കെ മോചനം നേടാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വാക്ക് വിശ്വസിക്കാതെ അതിൽ ദോഷം കണ്ടിട്ട് ഇതിനെ അനുസരിക്കാതെ ജീവിക്കുന്നത് ആരൊക്കെയാണ് ജീവിക്കുക? ബുദ്ധി തീരെ ഇല്ലാത്തവരെ അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെയോ സത്യം എന്താണ് അസത്യം എന്താണെന്ന് ഒരു വിവരവും ഇല്ലാതെ ഭ്രമിക്കുന്നവരായ ആളുകളാണ് അവര്. അപ്പൊ അവർക്കൊക്കെ നാശമാണ് ഫലം എന്ന് ധരിച്ചോളൂ. അപ്പൊ എന്താണ് നാശം എന്ന് പറയുന്നത്? താൻ നഷ്ടാൻ വിദ്ധി എന്നാണ് പറയുന്നത്. ഇപ്പോ ഇവിടെ എന്താണ്? സത്യം സാക്ഷാത്കരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സാക്ഷാത്കരിച്ചറിഞ്ഞ ആ സത്യത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിത നിയമമാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. അതിൽ യഥാർത്ഥത്തിൽ അതിൽ യാതൊരു ദോഷവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിന് യാതൊരു കുറവും ഉണ്ടാവില്ല, ഒരു ദോഷവും അതിനകത്ത് ഉണ്ടാവില്ല.
അപ്പോ അതനുസരിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യാത്ത ആളുകൾ എന്താ സംഭവിക്കുക? ഫലത്തിൽ ചെയ്യുന്ന കർമ്മത്തിലെ ഫലത്തോട് അറ്റാച്ച്ഡ് ആവും, സംഘബദ്ധരാവും. അങ്ങനെ അതിനോട് അറ്റാച്ച്മെന്റ് വന്നാൽ എന്താ സംഭവിക്കുക? അവരുടെ മനസ്സാകെ എന്താണ് അവർക്ക് ഉള്ളിൽ ക്ലേശം, അവരുടെ ബുദ്ധിയൊക്കെ ആകെ കലങ്ങി അവർക്ക് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അവർ കർമ്മവാസനകൾ അവർ കൂടുതൽ ഉണ്ടാവും അവരുടെ ഉള്ളില്. കാരണം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫലത്തിൽ ഇച്ഛ വെച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. ഈ രാഗദ്വേഷങ്ങള് പുതിയ കർമ്മവാസനകൾക്ക് കാരണമാവും. അപ്പൊ അവരെന്താ ചെയ്യുന്ന? കൂടുതൽ കൂടുതൽ കർമ്മവാസനകൾ സൃഷ്ടിച്ച് സത്യത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സത്യത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ ജനിക്കുക മരിക്കുക എന്നുള്ള ചക്രത്തില് തുടർന്നും പോയിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നു. ഇതുവരെ അങ്ങനെ വന്നുകൊണ്ടിരുന്നു, ജനിക്കുക മരിക്കുക. ഇപ്പൊ ഇവിടെ എത്തി. ഭഗവാൻ പറയുന്നത് കേട്ടു, പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റണില്ല, അതിനെ എതിരായിട്ട് ജീവിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? വീണ്ടും ആ ജനന മരണ ചക്രത്തിൽ അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും, അതിലിങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുക? അവരുടെ ആ ഡെയിലി ലൈഫ്, നിത്യജീവിതവും അതുപോലെ ജീവിതത്തിന്റെ അവസാനവും അതിനുശേഷമുള്ള അനന്തര ജന്മവും ഒക്കെ അവർക്ക് കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും എന്നാണ് പറയുന്നത്. ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് നശിച്ചു പോയവരായിട്ട് കണക്കൊക്കെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് അവർ നശിച്ചു പോകുന്നല്ല അതിന്റെ അർത്ഥം. അവർക്ക് ഇത്തരത്തിലുള്ള വലിയ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ജന്മങ്ങളിലും അവർക്ക് ആ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മനസ്സ്, ഇന്ദ്രിയങ്ങള്, അതിലൂടെ ആ ഗുണങ്ങള് അല്ലെ, പ്രകൃതിയുടെ ഗുണം അതെങ്ങനെയാണ് കർമ്മങ്ങൾ ഒഴിവാക്കുന്നത്? നേരത്തെ പറഞ്ഞു ആക്ഷൻ റിയാക്ഷൻ അല്ലെ, ആ രീതിയിലാണ്. ആഘാത പ്രത്യാഘാതങ്ങൾ എന്നാണ് അതിന് പറയുക. അപ്പൊ അങ്ങനെ കർമ്മങ്ങൾ ഉണ്ടാവുമ്പോ അപ്പോഴാണ് ഈ മോഹം വരുന്നത് അതിനോട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വരാതിരിക്കാൻ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ബലം പ്രയോഗിച്ച് അടക്കി നിർത്തി ഈ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാലോ എന്താ സംഭവിക്കുക? അത് നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബലം പിടിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ അവരുടെ ജീവിതം ഇരുട്ടിലേക്ക് പോകും, അവർ ഇരുട്ടിലേക്ക് പതിക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന ആളുകൾക്കുള്ള അഹങ്കാരം, അതുകൊണ്ടാണല്ലോ ഞാൻ ചെയ്യുന്നു എന്ന് വരുന്നത്. അഹങ്കാരം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കർമ്മങ്ങളുടെ മേലെ നിനക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം വരില്ല. പ്രത്യേകിച്ച് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളോട് പറയുകയാണ്, ഒന്നും നിന്റെ നിയന്ത്രണത്തിലല്ല, നിനക്ക് ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യം വരില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആ ഒരു ഭാഗം ഒന്നുകൂടി ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്, അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. അതെന്താണ് ഭഗവാൻ ഒന്നുകൂടെ അവരോട് ഉറപ്പിച്ചു പറയുന്നത്? 33-ാമത്തെ ശ്ലോകം നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ തന്നെ വിശ്രമിക്കും. ഓം സം ശമിത്യുപസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പതി സമിത്യസി സനോവശൂന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ
സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാജുഹോമി സമാനീവ ആഗൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്തു അഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.